IUC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിൻ്റെ അറസ്റ്റും നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പൊരുത്തം ഫീൽ ചെയ്യുന്നുണ്ടോ? IUC ഡെപ്യൂട്ടി മാനേജറിനെതിരെ പരാതി കൊടുത്ത മനോജിൻ്റെ ചെറിയൊരു വാചകം കേട്ടിട്ട് നമുക്ക് ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. അതിനുശേഷം വീണ്ടും പുള്ളി ഇടയ്ക്ക് വിളിക്കും, വരണം എന്ന് പറയും. ഇന്ന് രാവിലെ 7:06 പുള്ളി എന്നെ വിളിച്ച്, ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് വീണ്ടും എൻ്റെ കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കാണാം, ഒക്കെ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നിവർത്തികേടുമുണ്ട്, തീരെ നിവർത്തിയില്ലാതെയാണ് ഇത്രയും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കുന്നത്. കാരണം എനിക്കറിയാം ഇനി പുള്ളി പെൻഷനാകാൻ 1 വർഷക്കാലമേ ഉള്ളൂ, അത് എന്നെന്നും എനിക്ക് തന്നെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ ചെയ്താൽ. പക്ഷേ നിവർത്തികേടുമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അത്യാവശ്യമാണ്, പുള്ളി പൈസ വേണം, ഞാൻ അതിന് വേണ്ടിയാണ് എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ച് വന്നത്, പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, സാർ ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത്, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഉള്ളതാണെന്ന് പറഞ്ഞ് പുള്ളി പിടിച്ച് വാങ്ങിച്ച് അങ്ങ് പോക്കറ്റ് വയ്ക്കുകയാണ് ചെയ്തത്. ഇത്രയും പൈസയോട് ആക്രാന്തമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. കേട്ടല്ലോ, തീരെ നിവർത്തികേട് കൊണ്ട് വിജിലൻസിനെ അറിയിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലക്സ് മാത്യുവിനെ വിജിലൻസ് കുടുക്കിയത്. ഇവിടെ വിജിലൻസ് പിടിച്ചു.